ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരിക്കലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത, മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ആരോ പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാം. എനിക്ക് തോന്നുന്നത് നിങ്ങളെ ആരോ ചതിച്ചിട്ടുണ്ട്, കൂടെ നിന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുപോലെ നിങ്ങൾ ഏതൊക്കെയോ ചില വ്യക്തികളെ വളരെയധികം വിശ്വസിച്ചിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ വളരെയധികം വിശ്വസിച്ചിരുന്നു. നിങ്ങൾ അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു സപ്പോർട്ടായിട്ട് നിന്നതായിട്ട് കാണാം. നിങ്ങൾ അവരോട് അത്രയധികം സത്യസന്ധത പുലർത്തിയിരുന്നു, വളരെയധികം ദയ കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ വളരെയധികം നിങ്ങൾ കെയർ ചെയ്തിരുന്നു എന്ന് കാണുന്നു. എന്നാൽ അവർ ഒരു പോയിന്റിൽ നിങ്ങളിൽ നിന്നും പുറകോട്ട് മാറിയതായി കാണാം. അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാനും അവരുടെ സ്വന്തം കാര്യങ്ങളെ മാത്രം കെയർ ചെയ്യാനും തുടങ്ങിയതായി കാണാം. അവർ നിങ്ങളോട് ഇമോഷണലി അൺഅവൈലബിൾ ആയി എന്ന് കാണുന്നു. അവർ നിങ്ങളോട് ഒന്നും ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാതെ അല്ലെങ്കിൽ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്നതിൽ നിന്നും അവർ താല്പര്യം കാണിക്കുന്നത് കുറച്ചതായി കാണുന്നു, അല്ലെങ്കിൽ അവർ താല്പര്യം ഇല്ലാത്തതുപോലെ കാണിച്ചു. നിങ്ങൾ ഇമോഷൻ ഇൻവോൾവ് ആകുന്ന കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ ഒന്നുകിൽ അവർ സൈലൻ്റ് ആവുകയോ അല്ലെങ്കിൽ അവർ ഡിഫെൻസീവ് ആവുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാം. നിങ്ങളുടെ ഭാഗം കേൾക്കാൻ അവർ താല്പര്യം കാണിക്കാതെ ഇരുന്നു. ഇതൊന്നും പോരാതെ അവർ നിങ്ങളെ തനിച്ചാക്കി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകേണ്ടതായ പല സാഹചര്യങ്ങളിലും അവർ നിങ്ങളെ തനിച്ചാക്കിയിട്ടുണ്ടാകാം. നിങ്ങൾ അവർക്ക് കൊടുത്ത ലോയൽറ്റി, കമ്മിറ്റ്മെൻറ്റ്, എനർജിക്ക് പകരം അവർ നിങ്ങൾക്ക് നൽകിയത് വേദനയോ ചതിയോ ഒറ്റപ്പെടുത്തലിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നില്ല നിങ്ങൾ അർഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ വ്യക്തി നിങ്ങളെ നിരാശപ്പെടുത്തി. അവരുടെ ആ രീതിയിലുള്ള പെരുമാറ്റം ഇന്ന് നിങ്ങളിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയതായി കാണുന്നു. അതായത് ആരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഇയാളെ വിശ്വസിക്കാമോ, അല്ലെങ്കിൽ മറ്റൊരാളെ വിശ്വസിക്കാമോ, ഇവരെ വിശ്വസിച്ചാൽ ഇയാളും അതുപോലെ ചതിക്കുമോ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങളിലുണ്ടായി. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ചതായി കാണാം. ഈ ഒരു റീഡിങ് ഞാൻ സ്പെഷ്യലി മാനിഫെസ്റ്റ് ചെയ്ത് ഇത് ആവശ്യമുള്ള വ്യക്തികളിലേക്ക് മാത്രമാണ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ്ങിലെ പോസിറ്റീവ് എനർജി എല്ലാം ഞാൻ എന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന് താങ്ക് യു യൂണിവേഴ്സ് എന്നും കമൻറ്റ് ചെയ്യുക. കാരണം ഇതിലുള്ള എല്ലാ പോസിറ്റിവിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ഞാൻ ഈ റീഡിങ്ങിൽ എല്ലാം തന്നെ ധാരാളം എനർജി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള അബണ്ടൻസും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഡിസയേഴ്സും എല്ലാം ലഭിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ തെറ്റല്ല, ഇത് ഈ വ്യക്തിയുടെ തന്നെ ഉള്ളിലുള്ള പ്രശ്നമാണ്. അവർ പുറമേ നിങ്ങളോട് കാണിച്ചത് നിങ്ങൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടത് നിങ്ങൾ വിശ്വസിച്ചു. ഇപ്പോൾ നിങ്ങളൊരു കടയിൽ പോയിട്ട് ഒരു ആപ്പിൾ കണ്ടിട്ട് അത് പഴുത്തതായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് നല്ലതായിരിക്കും, ഇത് കേടായിരിക്കില്ല എന്ന് ചിന്തിച്ച് നിങ്ങളത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി. ആ ഒരു നോക്കുന്ന സമയത്താകും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതിൻ്റെ ഉള്ളിൽ മുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഉള്ളിൽ കേടായിരുന്നു എന്ന്. അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ പുറമേ നന്നായിട്ട് ഇത് ശരിയായിരിക്കും, നല്ലതായിരിക്കും എന്ന് നോക്കിയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് എന്തായിരുന്നു എന്ന് നിങ്ങൾ വീട്ടിൽ വന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക. കാരണം ആവശ്യത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്പിളിനെ കുറ്റം പറയാം, അല്ലേ? ആ ആപ്പിൾ കേടായിരുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചീഞ്ഞ അല്ലെങ്കിൽ കേടായ ഒന്ന് തിരഞ്ഞെടുക്കില്ല, അല്ലേ? നിങ്ങൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ മധുരമുള്ളതായിരിക്കുമെന്ന്, ഏറ്റവും നല്ലതായിരിക്കും എന്ന് കരുതി. എന്നാൽ അത് നല്ലതായിരുന്നില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ തെറ്റ് ചെയ്തു എന്നല്ല. ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യരുടെ കാര്യമാകുമ്പോൾ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിപ്പോകും, അല്ലെങ്കിൽ അടുപ്പമുണ്ടായിപ്പോകും. അതാണ് ആപ്പിളും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. ആപ്പിളിനെ നമുക്ക് വേണമെങ്കിൽ വലിച്ചെറിയാം, എന്നിട്ട് നമുക്ക് നാളെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വീണ്ടും പുതിയ ഒന്ന് എടുക്കാം.
പക്ഷേ മനുഷ്യരുടെ കാര്യമാകുമ്പോൾ അവിടെ ഇമോഷൻസ് ഇൻവോൾവ് ആകും, അതുപോലെ അടുപ്പമുണ്ടാകും, അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആണ് നമുക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നുന്നത്, ഞാൻ എടുത്ത ചോയ്സ് തെറ്റിപ്പോയോ, എനിക്കാണോ തെറ്റ് പറ്റിയത്, ഇങ്ങനെ ഒരു ബ്ലെയിം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവരോടും സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം കരുണയുള്ള, ദയയുള്ള, സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. മഹാമനസ്കത കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളോട് തന്നെ വളരെയധികം ആത്മാർത്ഥതയുള്ള, ഒരു ശുദ്ധനായിട്ടുള്ള, നിഷ്കളങ്കനായിട്ടുള്ള, സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ വ്യക്തികളും നിങ്ങളോട് സത്യസന്ധത പുലർത്തിയില്ല. അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തു. ശരിയാണ്, അത് വളരെ പെയിൻഫുൾ തന്നെയാണ്. എങ്ങനെ വീണ്ടും മറ്റുള്ളവരെ വിശ്വസിച്ച് തുടങ്ങാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ യാതൊരുവിധ തെറ്റുമായിരുന്നില്ല. ഈ വ്യക്തി അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്തിനെ ആയാലും നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ തെറ്റായിരുന്നില്ല. നിങ്ങൾ ആ സമയത്ത് കണ്ട രീതിക്ക് നിങ്ങൾ പ്രവർത്തിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു നിങ്ങൾ എടുത്തത്. ആ സമയത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അറിവിനനുസരിച്ച് തന്നെയായിരുന്നു നിങ്ങൾ ആ ഒരു തീരുമാനം എടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു പക്ഷിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനറിയാം അതിന് ചിറകുകളുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു പക്ഷി ഒരു ശിഖരത്തിൽ ചെന്ന് ഇരിക്കുമ്പോൾ ആ ശിഖരം ഒടിഞ്ഞാൽ അതിനറിയാം അതിന് പറക്കാൻ കഴിയുമെന്ന്. ആ പക്ഷിക്ക് അതിൻ്റെ പറക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു കഴിവിൽ ആ ഒരു പക്ഷിക്ക് വിശ്വാസമുണ്ട്. ആ പക്ഷി അതിൻ്റെ പറക്കാനുള്ള കഴിവിൽ വിശ്വസിച്ച് അത് പറക്കും അല്ലേ? അല്ലാതെ അത് ഇനി എന്ത് സംഭവിക്കും, ഞാൻ താഴെ വീഴും എന്ന് ഓർത്തുകൊണ്ട് സമയം കളയില്ല. അത് അതിൻ്റെ പറക്കാനുള്ള കഴിവിനെ വിശ്വസിച്ചുകൊണ്ട് പറന്നു പോകും, അല്ലെങ്കിൽ പറന്നു പോയി മറ്റൊരു ശിഖരത്തിൽ പോയി ഇരിക്കും. അതുപോലെ നിങ്ങളിലുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത്. അത് ശരിക്കും ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല. നിങ്ങൾ ഒരു തീരുമാനമെടുത്തു, അത് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നടന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാം. അതാണ് ഇവിടെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള പാഠങ്ങൾ പഠിക്കും. കാരണം അങ്ങനെയാണ് കർമ്മ വർക്ക് ചെയ്യുന്നത്. അത് യൂണിവേഴ്സിൻ്റെ നിയമവുമാണ്. ചിലപ്പോഴൊക്കെ ഈ വ്യക്തികൾ അവർ ചെയ്തതിൻ്റെ അനന്തരഫലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കർമ്മ നേരിടുന്നത് നമ്മൾ കാണാറില്ല. അതിൻ്റെ അർത്ഥം അവർ ചെയ്തതിൻ്റെ ആ ഒരു കർമ്മ അവർക്ക് ലഭിക്കില്ല എന്നല്ല. നിങ്ങൾ മുൻപ് പറഞ്ഞ ആ ഒരു പക്ഷിയെ പോലെ ആയിരിക്കുക. നിങ്ങൾ എത്ര അപകടം പിടിച്ച ശിഖരത്തിലാണ് വന്നിരുന്നതെങ്കിലും നിങ്ങളുടെ പറക്കാനുള്ള കഴിവിനെ നിങ്ങൾ വിശ്വസിക്കുക. ആ പക്ഷി ആ ശിഖരം ഒടിഞ്ഞു പോയതുകൊണ്ട് ആ ശിഖരത്തെ പഴിച്ചുകൊണ്ടല്ല അവിടെ ഇരുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളെ തന്നെ സ്വയം കുറ്റം പറയാതെ ഇരിക്കുക. നമ്മൾ മനുഷ്യരുടെ ഒരു രീതിയാണ്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് നടന്നില്ല എങ്കിൽ അതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് മോശമായിട്ടുള്ളൊരു പെരുമാറ്റം നമ്മൾ നേരിടേണ്ടി വന്നാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയും. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചതിച്ചാൽ എൻ്റെ തെറ്റുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ മോശമായത് കൊണ്ടാണോ എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ അവരെന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ അത് നിങ്ങളുടെ തെറ്റല്ല. ഇവിടെ കാണുന്നത് ഇത് നിങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇവിടെ ജസ്റ്റിസ് കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും, നീതി നടപ്പാക്കപ്പെടും എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങൾ വളരെയധികം സത്യസന്ധനാണ്, നിങ്ങൾ വളരെയധികം ലവിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം ദയയുള്ള, മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ ലഭിക്കാൻ അർഹതയുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിക്ക് എതിരായി ഒരിക്കലും നിൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരാനായിട്ടിരിക്കുന്നു. ഈ റീഡിങ്ങിനെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക, നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ കാര്യങ്ങൾ കടന്നു വരാനായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാണാൻ കാത്തിരുന്ന സ്നേഹമുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുക. നിങ്ങളോട് വളരെ കൈൻഡായിട്ട് നിങ്ങൾ പെരുമാറുക. നിങ്ങൾ ഒരിക്കൽ അങ്ങനെ ചിലത് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ തീരുമാനമെടുത്തു, അതിൻ്റെ അർത്ഥം നിങ്ങളൊരു മോശം വ്യക്തി എന്നല്ല.
നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിച്ചു, അവർ നിങ്ങളെ പറ്റിച്ചു. അത് നിങ്ങളുടെ തെറ്റല്ല, അത് അവരുടെ മാത്രം പ്രശ്നമാണ്, അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ അവരോട് ഇമോഷൻസ്, അടുപ്പമൊക്കെ നിങ്ങൾക്ക് അവരോട് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് എന്ന് കാണുന്നു. അതുപോലെ നിങ്ങളോട് മോശമായി പെരുമാറിയത് ആരായാലും, അതൊരു ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാർട്ട്ണർ ആയാലും ലവർ ആയാലും ജോലി സ്ഥലത്തുള്ള ഒരു വ്യക്തി ആയാലും അല്ലെങ്കിൽ ബന്ധുക്കളായാലും ആരായാലും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയ ഈ വ്യക്തി ചിന്തിക്കുന്നത് അവർ പെർഫെക്റ്റ് ആണ് എന്നാണ്. അവരുടെ ഈഗോയും അഹങ്കാരവും കാരണം അവരെ തന്നെ കാണുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന്. പക്ഷേ എങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഡൗട്ട് അടിക്കുന്നത് കാണാം. ഈഗോയും അഹങ്കാരവും നിറഞ്ഞ ഈ വ്യക്തി വിചാരിക്കുന്നത് അവർ ചെയ്യുന്നതാണ് ശരി, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ദൈവത്തിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൃഷ്ടി അവരാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും ചിന്തയുമെല്ലാം. ഇങ്ങനെയുള്ള രീതിയിലാണ് അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. വളരെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളുടെ ഉത്തരവും അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അവരുടെ ഈഗോയാണ്, അല്ലാതെ അവരുടെ ട്രൂ സെൽഫ് അല്ല. കാരണം അവർ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ അവർക്കറിയില്ല. യൂണിവേഴ്സിന് മാത്രമേ എല്ലാം അറിയുള്ളൂ, അല്ലാതെ ഈ ലോകത്ത് എല്ലാം അറിയുന്ന മറ്റാരുമില്ല. എന്നാൽ അവരുടെ വിചാരം എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അവരുടെ കയ്യിലുണ്ട് എന്നാണ്. ഓരോരുത്തർ നടത്തുന്ന ഗോസിപ്പും രഹസ്യമായി പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാം തന്നെ യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ഓരോ ആൾക്കാരുടെ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും യൂണിവേഴ്സിന് കാണാൻ സാധിക്കും. എപ്പോൾ ഇതൊക്കെ അവസാനിക്കും എന്നും യൂണിവേഴ്സിന് അറിയാം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത എല്ലാം യൂണിവേഴ്സിന് അറിയാം. ഈ ഒരു അഹങ്കാരം നിറഞ്ഞ ഈ ഒരു വ്യക്തി ആര് തന്നെ ആയാലും അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആരെയും അവരുടെ വശത്താക്കാൻ സാധിക്കും. സംസാരിച്ച് ആരെയും അവരുടെ വശത്താക്കാൻ അവർ സാധിക്കും എന്ന് അവർ കരുതുന്നുണ്ട്. അവർ ഒരു മേജറായിട്ടുള്ള അവേക്കനിങ്ങിൽ കൂടി കടന്നു പോകാൻ ഇരിക്കുന്നു എന്ന് കാണാം. കടന്നു പോകാൻ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കാരണം ആരോ ഒരാൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി കാണാം. അവരുടെ അറിവിനെ അല്ലെങ്കിൽ അവരുടെ ഐഡിയാസിനെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ രീതികളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്നതായി കാണാം. അവർക്ക് ഇത് നല്ല രീതിയിൽ നേരിടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു വ്യക്തി ഒരു കോമ്പറ്റീഷനായി തോന്നാം. ഈ വരുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജി അവരെ തകർക്കും എന്ന് കാണുന്നു, അല്ലെങ്കിൽ അവരെ ബ്രേക്ക് ചെയ്യുമെന്ന് കാണുന്നു, അവരെ വേദനിപ്പിക്കും എന്ന് കാണുന്നു. ഒരു ബലൂണിൽ പിന്ന് കൊള്ളുന്നത് പോലെയാണ് ഇവിടെ അവരുടെ ഈഗോയിൽ ഈ ഒരു വ്യക്തി വന്ന് സ്പർശിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ ഈ ഒരു വ്യക്തിയുടെ ഈഗോയും പൊട്ടുന്നതായി കാണാം. അവരുടെ ഈ ഒരു ഈഗോ തകരുമ്പോൾ ഈ വ്യക്തി വളരെയധികം ആങ്ഷ്യസ് ആകും. ഈ വ്യക്തിയുടെ സമാധാനം അവർക്ക് നഷ്ടപ്പെടും. അവരെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമെന്ന് കാണുന്നു. ഇതുവരെയുള്ള അവരല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നതായി കാണാം. അതുപോലെ ഈ വ്യക്തിയിൽ നിന്നും ആരോ എന്തോ ഒന്ന് എടുത്തു കൊണ്ടുപോകും. അതൊരു ജോലിയോ അല്ലെങ്കിൽ അതിലും വലുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ പൈസയോ ഒക്കെ ആകാം. ഈ ഒരു വ്യക്തിക്ക് ഇതില്ലാതെ ഇവർ തന്നെ ഇല്ല എന്നുള്ള, ഇവർ തന്നെ ഒന്നുമല്ല എന്നുള്ള ഒരു തോന്നലുള്ള ഒരു പേഴ്സണാണ്. കാരണം അത് എന്ത് തന്നെ ആയാലും അത് എന്താണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് കാണുന്നില്ല, പക്ഷെ എന്തോ ഒന്ന് ഇവരിൽ നിന്നും നഷ്ടമാകും. അപ്പോൾ അവർ തന്നെ ഒന്നും അല്ലാത്തതുപോലെ അവർക്ക് ഫീൽ ചെയ്യും. ഇത് അവർക്കുള്ള കർമ്മയാണ്. നിങ്ങൾ ആർക്കും മോശം വരണമെന്ന് ആഗ്രഹിക്കേണ്ട. എന്നാൽ ഇതാണ് യൂണിവേഴ്സ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അവരെ പല കാര്യങ്ങളും മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടി, പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നിങ്ങൾ അവരെ വളരെയധികം പ്രഷ്യസ് ആയിട്ട് കണ്ടപ്പോൾ അവർ നിങ്ങളെ വെറും ഒരു ചവറ് പോലെ ട്രീറ്റ് ചെയ്തു. ഈ ഒരു വ്യക്തി പേടിച്ച് ഭയന്ന് വിയർക്കുന്നതായി കാണാം. ഈ വ്യക്തി വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും വളരെയധികം ഉത്കണ്ഠയും സ്ട്രെസ്സും ഒക്കെ നിറഞ്ഞ ഒരു വ്യക്തിയിലേക്ക് മാറുന്നതാണ് കാണുന്നത്.
അവർ എല്ലാ കാര്യങ്ങളും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. അവരുടെ സ്വഭാവം അവർ വിലയിരുത്താൻ തുടങ്ങും. നിങ്ങളോട് പെരുമാറിയ ആ ഒരു രീതി അവർ വിലയിരുത്താൻ തുടങ്ങുന്നതായി കാണുന്നു. അവർക്ക് അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ ഷെയിമും റിഗ്രറ്റും കുറ്റബോധവും ഒക്കെ തോന്നും. ഈ ഒരു രീതിയിൽ നീതി നടപ്പാക്കപ്പെടും. നിങ്ങളോട് ചെയ്തതിനുള്ള പാഠമാണ് അവർക്ക് ലഭിക്കുന്നത് എന്ന് കാണുന്നു. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.